സർ, കേരളത്തിലെ അമ്യൂസ്മെൻറ്റ് പാർക്ക് കലാകൗമുദി കേരളത്തിൽ കൊണ്ടുവന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നു? ഞങ്ങൾ സാധാരണ ഇന്ത്യ മുഴുവൻ ഇങ്ങനെ അമ്യൂസ്മെൻറ്റ് പാർക്കും മറ്റ് ഷോകളുമായിട്ടുള്ള എക്സിബിഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കലാകൗമുദിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കണമെന്നും അതിനുവേണ്ടി സെലക്ട് ചെയ്ത സ്ഥലം ഇതാണ്. ഞങ്ങൾ ഫൺ വേൾഡും A2Z ഈവൻറ്റ് മാനേജ്മെൻറ്റും കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ 2 എക്സിബിഷൻ ഉണ്ട്, ഒന്ന് എറണാകുളത്ത് നടക്കുന്നുണ്ട്. ഈയൊരു സംരംഭം കേരളത്തിലേക്ക് തുടങ്ങാൻ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്? ഒരു പ്രതിസന്ധി, എല്ലാ വിഭാഗങ്ങളിൽ നിന്നും നല്ല സഹായമാണ് കിട്ടിയിരിക്കുന്നത്. ഒരു പ്രശ്നവുമില്ല. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഗ്രൗണ്ട് അലേർട്ട് ചെയ്തു. അവർ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഫുൾ സപ്പോർട്ടായിരുന്നു. അവർക്ക് ഇതിൻ്റെ ഒരു പ്രൊമോഷനും കൂടെ ആണല്ലോ. ഈ വേൾഡ് മാർക്കറ്റ് പബ്ലിക്കിന് അറിയണമല്ലോ, പലർക്കും അറിയില്ല. അത് റെസിപ്രോക്കലായിട്ട് ഞങ്ങൾക്ക് ഈ കടക്കാർക്ക്, ഇവിടെയുള്ള കടക്കാർക്കൊക്കെ പ്രയോജനം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് ഞങ്ങൾക്ക് സ്ഥലപരിമിതിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വലിയ അമ്യൂസ്മെൻറ്റ് റൈഡുകളൊന്നും കൊണ്ട്, പക്ഷേ 10-11 റൈഡുകളുണ്ട്. ഇതിൽ കുറേയൊക്കെ ഇമ്പോർട്ട് ചെയ്ത റൈഡ്സുകളുണ്ട്. ഇവിടെ ഇതിനു മുമ്പ് വരാത്ത ഐറ്റങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ മെയിൻ അട്രാക്ഷൻ എന്ത്, അണ്ടർ വാട്ടർ ടണൽ. 160 അടി ടണൽ കൂടെ ഫിഷിൻ്റെ അതായത് മത്സ്യങ്ങളുടെ സമുദ്രത്തിനടിയിൽ പോകുന്നൊരു പ്രതീതി ഉണ്ടാവും. പിന്നെ ഡോക്ടർ അബ്ദുൽ കലാമിൻ്റെ ജീവചരിത്രം കാണിക്കുന്ന, പുള്ളിയുടെ ജീവിത രീതി കാണിക്കുന്ന ആർട്ട് ഗ്യാലറി ഉണ്ട്. അതുകൂടാതെ കുട്ടികളെ വളരെയധികം അതിശയിപ്പിക്കുന്ന മഡഗാസ്കർ എന്ന് പറഞ്ഞ സെൽഫി ഗാലറി ഉണ്ട്. അത് കഴിഞ്ഞ് റോബോട്ടിക് ആനിമലുണ്ട്. എല്ലാം ഇമ്പോർട്ട് ചെയ്ത ആനിമൽസാണ്. പിന്നെ 100 കടകളുണ്ട്. പിന്നെ നല്ല ഫുഡ് കോർട്ടുണ്ട്. നല്ല അമ്യൂസ്മെൻറ്റ് റൈഡ്സ് ഉണ്ട്. ഞങ്ങൾ 53 ദിവസം ഇവിടെ ഉണ്ടാവും നാളെ മുതൽ. അതായത് ഈ 100 രൂപ എൻട്രിയാണ്. അതിൽ ഈ പറഞ്ഞ 4 ഐറ്റവും ഫ്രീയാണ്. അതിന് ടിക്കറ്റൊന്നുമില്ല. ഈ സാധാരണ 120-150 ഈ ഇതിനു വേണ്ടി സെപ്പറേറ്റ് നടത്തുന്ന ആളുകൾ ഇടുന്നു. ഞങ്ങൾ ഇത് 4 ഐറ്റം ഫ്രീ ആണ്. പിന്നെ അമ്യൂസ്മെൻറ്റ് റൈഡിൽ കയറുന്നതിന് മാത്രമേ ഉള്ളൂ ചാർജസ്. പിന്നെ പ്രത്യേകം ഇവിടെ എന്താ വെച്ചാൽ ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യമുണ്ട്. അത് സാധാരണ ട്രിവാൻഡ്രത്ത് ഇല്ലാത്തൊരിതാണ്. തിരുവനന്തപുരത്ത് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് വളരെ ബിസിനസ്സിന് അടിപെടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞങ്ങൾ പാർക്കിംഗ് ഫീസും ഈടാക്കുന്നില്ല. ഈ ലുലുമാളിന് സമീപം തന്നെയാണല്ലോ തുടങ്ങാനുള്ള അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്താൻ. അതുകൊണ്ടെന്താ, ലുലുമാളും ഇവിടെ വരുന്ന ആൾ ലുലുമാൾ കാണാൻ 2 പേർക്ക് രണ്ടും കൂടെ അവർക്ക് ജോയിൻ ചെയ്ത് വരാമല്ലോ. ഇവിടെ വന്ന് കയറി ലുലുമാളിൽ പോയിട്ട് ഇവിടെ വരാം. കൊച്ചു കുട്ടികളും വലിയവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തിരുവനന്തപുരത്ത് നിന്നും വിജയ ന്യൂസ്.